നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. പീപ്പിൾ ബിഗ് ഇമ്പാക്ട്. ശിവഗിരി മഠാധിപതി ശാശ്വതീകാനന്ദയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിന് തയ്യാറായി സർക്കാർ. പീപ്പിൾ ടിവിയിലൂടെ ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനം. പീപ്പിൾ വാർത്ത രാഷ്ട്രീയ കേരളം ഏറ്റെടുത്തതോടെ സർക്കാരിന്റെ മേൽ അന്വേഷണത്തിന് സമ്മർദ്ദം ഏറുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് SP എറണാകുളം SP-യുടെ വിശദമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തെ സംബന്ധിച്ച് തുടർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ADGP ശ്രീ അനന്തകൃഷ്ണന്റെ മേൽനോട്ടത്തിൽ എറണാകുളം ക്രൈംബ്രാഞ്ച് SP മധു നേതൃത്വം കൊടുക്കുന്ന സ്പെഷ്യൽ ടീം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 9 പീപ്പിൾ ടിവിയിലൂടെ ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ തുടരന്വേഷണത്തിന് നിർബന്ധിതരായത്. മരണത്തിന് തലേദിവസം ശാശ്വതീകാനന്ദ സ്വാമി കയ്യേറ്റത്തിന് വിധേയമായെന്നും പ്രിയൻ എന്ന വാടക കൊലയാളിയാണ് കൊലപാതകം നടത്തിയതെന്നുമായിരുന്നു ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. ഫോണിലൂടെ കൊടുക്കാൻ പറഞ്ഞ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞാനാണ് സ്വാമിയെ കൊന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, ചേട്ടൻ ഈ പ്രശ്നമായിട്ട് ടേക്കപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ ഈ കേസിൽ പ്രതിയായി പോകും, ഞാൻ അകത്തായി പോകും, ഇനി അകത്തായാൽ ഞാൻ പുറത്തു വരില്ല, ചേട്ടൻ എന്നെ ഉപദ്രവിക്കരുത്. അദ്ദേഹത്തിന്റെ പേര് പ്രിയൻ എന്നാണ് പറഞ്ഞത്. ഇതോടെ ശിവഗിരി മഠവും ശാശ്വതീകാനന്ദ സ്വാമിയുടെ ബന്ധുക്കളും പുനരന്വേഷണ ആവശ്യവുമായി രംഗത്തെത്തി. മരണത്തെ സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് കത്തും നൽകി. കേസിൽ സത്യസന്ധമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും വെള്ളാപ്പള്ളി നടേശനെയും തുഷാർ വെള്ളാപ്പള്ളിയെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും സ്വാമിയുടെ സഹോദരങ്ങളും ആവശ്യപ്പെട്ടു. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. പുതിയ തെളിവുകളില്ലെന്നും അന്വേഷണം വേണ്ടെന്നുമുള്ള സർക്കാർ നിലപാടിന് വിരുദ്ധമായി ഹൈക്കോടതി പരാമർശവുമുണ്ടായി. നീന്തലറിയാവുന്ന ശാശ്വതീകാനന്ദ മുങ്ങിമരിച്ചതെങ്ങനെയെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ആരാഞ്ഞതോടെ തുടരന്വേഷണത്തിന് സർക്കാരിന്റെ മേൽ സമ്മർദ്ദമേറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. ചർച്ചയിൽ ഇപ്പോൾ ഉള്ളത് ശ്രീ VV രാജേഷ്, ശ്രീ ബിജു രമേശ്, ശ്രീ CK വിദ്യാസാഗർ, മറ്റതിഥികൾ തുടങ്ങിയവർ അല്പസമയത്തിനകം ചർച്ചയിലേക്ക് ചേരും. ശ്രീ VV രാജേഷ്, ഈ വെളിപ്പെടുത്തൽ ബിജു രമേശ് നടത്തിയ ഘട്ടത്തിൽ ഇതൊക്കെ പണ്ടേ പറഞ്ഞതാണ് എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ സർക്കാർ തന്നെ കണ്ടെത്തിയിരിക്കുന്നു പുതിയ തെളിവുകളുണ്ട്, പുതിയ വെളിപ്പെടുത്തലുകളുണ്ട് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം. ഈ വിഷയം വന്ന ദിവസം തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തുടരന്വേഷണത്തെ സ്വാഗതം ചെയ്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം പുറപ്പെടുവിച്ച അദ്ദേഹമാണ്. BJP രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ തുടരന്വേഷണം നടത്തണം, ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഗവൺമെൻറ് എന്താ ചെയ്തത്? ഗവൺമെൻറ്റിന് പല കോണുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെയുള്ള ആവശ്യം വന്നതിന് ശേഷവും ഗവൺമെൻറ് അതിനെ ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. ഗവൺമെൻറ്റിന് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹം പറയുന്നത് നിയമപരമായിട്ടൊക്കെ പരിശോധിച്ച് ആ പരിശോധനയൊക്കെ നമുക്കറിയാം. ഈ കേസ് തുടരന്വേഷണം അന്നേ വിടാമായിരുന്നല്ലോ. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. ഇന്ന് രാവിലെയാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. തുടരന്വേഷണത്തിന് ആരും എതിരല്ല. തുടരന്വേഷണത്തെ വെള്ളാപ്പള്ളി നടേശൻ ഇന്നും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തികച്ച രാഷ്ട്രീയ പ്രേരിതമാണ്. 5-ാം തീയതി വരെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്കും ഈ വിഷയം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്ത് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പരമാവധി താറടിച്ചു കാണിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. 5-ാം തീയതി വൈകുന്നേരത്തോട് ഈ ആവശ്യങ്ങളിൽ നിന്നൊക്കെ ഗവൺമെൻറ് ഒന്നുകിൽ പിന്മാറും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇത് അന്വേഷണമായി മുന്നോട്ട് പോകും. പക്ഷേ 5-ാം തീയതി വരെ BJP എന്തിനാണ് നോക്കുന്നത്? കാരണം കേരളത്തിൽ എപ്പോഴും തെരഞ്ഞെടുപ്പുകളുടെ സീസണാണ്. മിക്കവാറും എന്തെങ്കിലും ഉപതെരഞ്ഞെടുപ്പ്, അതല്ലെങ്കിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൊതു തെരഞ്ഞെടുപ്പ് ഇത് കഴിയുമ്പോൾ വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലെ ഈ അന്വേഷണങ്ങളൊക്കെ ഉത്തരവിടാൻ സാധിക്കുകയുള്ളൂ സർക്കാരിന്. അതുകൊണ്ട് അതിനുവേണ്ടി എന്തിനാണ് നോക്കിയിരിക്കുന്നത്? സത്യം പുറത്തു വന്നാൽ പോരെ ശ്രീ രാജേഷ്? സത്യം പുറത്തു വന്നാൽ മതി എന്നുള്ളതും സത്യം പുറത്തു വരണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ഞാൻ ഈ 5-ാം തീയതി എന്ന് പറഞ്ഞത് ഇന്നലെയും മെനഞ്ഞാന്നും ഇന്ന് രാവിലെ വരെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, കേരളത്തിലെ ജനങ്ങൾ പ്രധാനമായും ചിന്തിക്കുന്നത് എന്താ? കഴിഞ്ഞ ദിവസം പുറത്തു വന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ബാർ കോഴ കേസിലെ വിധി. അത് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹം നേതൃത്വം നൽകുന്ന വകുപ്പിലെ കീഴിലെ 2 മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ, അതിൽ KM മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കൊടുത്ത റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റ് അസൈഡ് ചെയ്തുകൊണ്ട് വിജിലൻസ് കോടതി ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഗവൺമെൻറ്റും UDF-ഉം പ്രതിസന്ധിയിലായി. ശ്രീ VM സുധീരൻ KM മാണി രാജിവെക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്നു. ശ്രീ AK ആൻ്റണി ഇന്നലെ കോഴിക്കോട് പറഞ്ഞ ഞാനല്ലല്ലോ KM മാണി രാജിവെക്കാനെന്ന്. പിന്നെ അതുപോലുള്ള അസ്വസ്ഥജനകമായ പ്രസ്താവനകൾ കഴിഞ്ഞൊരു 2-3 ദിവസമായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, UDF-ൻ്റെ നേതാക്കന്മാർ ആരും തന്നെ മാധ്യമങ്ങൾ വരാറില്ല. കാരണം KM മാണിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കില്ല. KM മാണിക്കെതിരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ ഒരു വാക്കുരിയാടി കഴിഞ്ഞാൽ
ഈ ഗവൺമെൻറ്റിന് താഴെ പോകുന്ന അവസ്ഥ. അപ്പോൾ എന്ത് വില കൊടുത്തും ഇതിൽ നിന്നും കേരളത്തിൻ്റെ ചർച്ച, മാധ്യമങ്ങളുടെ ശ്രദ്ധ മാറ്റണം എന്നുള്ളൊരു ഗൂഢാലോചന UDFിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. ശ്രീ കെ ബാബു ഒഴികെ അത്രത്തോളം വ്യക്തമായി കെ മാണിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു നേതാവും വന്നില്ല, മുഖ്യമന്ത്രി ഒഴികെ. കോൺഗ്രസിൻ്റെ ഒരു നേതാവും വന്നിട്ടില്ല. ശ്രീ രമേശ് ചെന്നിത്തല എന്തായാലും ശ്രീ കെ മാണിയെ സംബന്ധിച്ചുള്ള ബാർ കോഴ കേസിലെ വിജിലൻസ് കോടതിയുടെ വിധി ഇതിനിടയ്ക്ക് തമസ്കരിക്കപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് BJPയുടെ പരാതി. പക്ഷെ അതേസമയം വെള്ളാപ്പള്ളിയെ കുറിച്ചുള്ള തുടരന്വേഷണം കൃത്യമായി നടക്കുകയും വേണം. വെള്ളാപ്പള്ളിയെ കുറിച്ചുള്ള തുടരന്വേഷണത്തിന് വെള്ളാപ്പള്ളി അതിൽ പ്രതിയോ വെള്ളാപ്പള്ളി സാക്ഷിയൊന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞത് ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടക്കണം. അത് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഒരു പരാമർശം ഇപ്പോൾ ആദ്യമേ നടത്തിയത് ശ്രീ VV രാജേഷാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ല, വെള്ളാപ്പള്ളി നടേശനെ താറടിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് ആണല്ലോ ഞങ്ങൾ പറഞ്ഞത്. എന്താണ് അതിനകത്തുള്ള തെളിവ്? വെള്ളാപ്പള്ളിക്ക് എന്ത് ബന്ധം എന്നുള്ളത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ. കൊണ്ടുവന്ന പീപ്പിൾ ചാനലിൽ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, അതൊക്കെ മാധ്യമ സ്വാതന്ത്ര്യം. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ശാശ്വതീകാനന്ദ സ്വാമിയുടെ പ്രത്യേകിച്ചും ഒരു ആധ്യാത്മിക ജീവിതവ്രതമായി സ്വീകരിച്ച ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വക്താവായിട്ടുള്ള നമ്മളൊക്കെ ആരാധിക്കുന്ന ശാശ്വതീകാനന്ദ സ്വാമിയുടെ അകാലത്തിലുള്ള നിര്യാണമുണ്ട്. അതിനെക്കുറിച്ച് ചില ദുരൂഹതകൾ ഉയർന്നു വന്നപ്പോൾ അങ്ങനെ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് ഉന്നയിച്ച ബിജു രമേശിന്റെ കയ്യിൽ ഉൾപ്പെടെ തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു അന്വേഷണം നടത്തി സത്യസന്ധത പുറത്തു വരുന്നതാണല്ലോ. ഒരു തുടരന്വേഷണം നടത്തണമെങ്കിൽ വക്കീൽ കൂടിയായ ശ്രീ രാജേഷിന് അറിയാവുന്നതാണ് അതിനകത്ത് കൃത്യമായ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടെങ്കിലേ തുടരന്വേഷണം പറ്റുകയുള്ളൂ. അതിപ്പോ സർക്കാർ എന്തായാലും കണ്ടെത്തിയിരിക്കുന്നു. അതിലേക്ക് ഇനി തുടരന്വേഷണം നടത്തിയേ പറ്റൂ. എൻ്റെ ലാലെ, എന്നെ കൊണ്ട് രാഷ്ട്രീയം പറയിച്ച് അടങ്ങുള്ളൂ ഞാൻ പറയാം. കാരണം നിയമമാണ്, രാഷ്ട്രീയമല്ല. അല്ലല്ല, നിയമം രണ്ടാമത്, ഇവിടെ രാഷ്ട്രീയമാണല്ലോ. ഞാൻ നിയമത്തിലേക്ക് വരാം. നിയമത്തിൽ വന്നതിന് പിന്നെ രാഷ്ട്രീയം പറയാം. 13 വർഷം തെളിവോടെ പോയിരുന്നു. ഒരു തെളിവ് വരാൻ ഇത്ര പരിധി ഉണ്ടാകുന്ന നിയമത്തിൽ CRPCയിൽ ഒരിടത്തും പറഞ്ഞില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, 13 വർഷം ശ്രീ VS മുഖ്യമന്ത്രിയായിരുന്നു, ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. ഒക്കെ ഈ സമയത്തൊക്കെ തെളിവോടെ പോയിരുന്നു. ശ്രീ ബിജു രമേശ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ BJP നേതൃത്വവുമായി പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയ ദിവസം മുതലാണല്ലോ ഈ വിഷയങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ തെളിവുണ്ടായിരുന്നുവെങ്കിൽ ഇവർക്കൊക്കെ തന്നെ ഇന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെ രാവിലെ മാധ്യമങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ആ ദിവസം ബഹുമാനപ്പെട്ട ശാശ്വതാനന്ദ സ്വാമിയുടെ സഹോദരി ഉൾപ്പെടെ ഉള്ളവർ അവിടെ ചെന്നിരുന്നു. അവർക്കൊരു പക്ഷേ അവർ ടെക്നിക്കൽ എക്സ്പെർട്ട് അല്ല, അവർക്ക് അതിൽ അജ്ഞത ഉണ്ടാകാം. പക്ഷേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ, ശിവഗിരി മഠത്തിലെയും മറ്റു സന്യാസിമാർ, രാഷ്ട്രീയ പ്രമുഖന്മാരൊക്കെ തന്നെ അവിടെ ചെന്ന് സന്ദർശിച്ച് വിലയിരുത്തിയതിന് ശേഷം അതിൽ മറ്റൊരു ദുരൂഹതയും ഇല്ല എന്ന് കണ്ടതിന് ശേഷമാണല്ലോ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ ചെയ്തുകൊണ്ട് അത് സംസ്കരിച്ചത്. ഈ തെളിവുകൾ 13 വർഷം ഇല്ലാത്ത തെളിവ് ഇപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ തെളിവ് ഹാജരാക്കട്ടെ. അതിലെന്താ ആശങ്ക? അല്ല, അത് ഹാജരാക്കുകയല്ല, അതിന്റെ പുറത്ത് തുടരന്വേഷണമാണ്. ഞാൻ തിരിച്ചെത്താം ശ്രീ VV രാജേഷ്. ഇപ്പോൾ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ CK വിദ്യാസാഗർ, താങ്കളും അഭിഭാഷകനാണ്, SNDP യോഗത്തിൻ്റെ മുൻ ഭാരവാഹിയാണ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയാണ്. ഇതായിപ്പോൾ സർക്കാർ സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. താങ്കൾ പലതരം പ്രതികരണങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞതാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ തുടരന്വേഷണത്തെ നിയമപരമായി തന്നെ എങ്ങനെയാണ് കാണുക താങ്കൾ, അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് കൂടി? തുടരന്വേഷണം ഇതുവരെ ഇവിടെ ഉയർന്നു നിൽക്കുന്ന സന്ദേഹങ്ങൾക്ക് ഒരുതരം തൃപ്തികരമായ മറുപടി തുടരന്വേഷണത്തിലൂടെ കിട്ടും എന്ന് നമുക്കെല്ലാം പ്രതീക്ഷിക്കാം. പിന്നെ മിസ്റ്റർ രാജേഷ് സൂചിപ്പിച്ചതുപോലെ ഇത്രയും ദീർഘകാലമായിട്ട് ഇനി ഇങ്ങനെ വൈകി ഒരു അന്വേഷണം നടത്തി എന്ത് തെളിവ് കിട്ടാനാണ് എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. ഇന്നിപ്പോ എനിക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു കത്ത് കിട്ടി. പേരില്ലാത്ത ആളും പേരും ഊരും പേരും വെക്കാത്ത ഒരു കത്താ, 2-3 പേജുണ്ട്. അപ്പൊ ഞാനത് വായിച്ചപ്പോ എനിക്ക് തോന്നി ഇത് അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ പരിസരത്ത് ഉണ്ടായിരുന്ന ആരോ എഴുതിയ ഒരു കത്ത് പോലെ തോന്നി. കാരണം അതിനകത്ത് ആ കത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എനിക്ക് ശ്രദ്ധയിൽപ്പെട്ട ഒരു പുതിയ കാര്യം തോന്നി. മൃതദേഹം കുറച്ചു കഴിഞ്ഞപ്പോൾ, അതായത് മൃതദേഹം വെള്ളത്തിൽ നിന്ന് ഉയർത്തി കരയ്ക്ക് അടുപ്പിച്ചു. മൃതദേഹം കുറച്ചു കഴിഞ്ഞപ്പോൾ കരിനീല നിറമായി മാറി. 2 മണിക്കൂർ കഴിഞ്ഞ് പതുക്കെ പഴയ നിറത്തിലേക്ക് മാറി വന്നത് എല്ലാവരും കണ്ടതാണ്. അപ്പൊ അവിടെ അന്ന് ഉണ്ടായിരുന്ന ആരോ ഉള്ള ഒരാളാണ്. പിന്നെ അയാൾ വേറൊരു കാര്യം കൂടി എഴുതിയിരിക്കുന്നു. മൃതദേഹം പുറത്തെടുത്ത സ്ലാബിലും കൽപ്പടവിനടുത്തു വരെയും കടവിലുള്ള കൽപ്പടവിലെ മുകളിൽ വരെയുള്ള ഒന്നിടവിട്ട സ്റ്റെപ്പുകളിലും കണ്ട രക്തം സ്വാമി തിരരത്ന തീർത്ഥരുടേതാണ്. മേപ്പടി മൃതദേഹം പുറത്തെടുക്കുമ്പോൾ കല്ലിൽ തട്ടി ഉണ്ടായ മുറിവോടെ നടന്ന് സ്റ്റെപ്പ് കയറി വരുമ്പോഴും വീണ രക്തമാണ്. ടിയാന്റെ കാതിലെ മുറിവ് അടുത്തുള്ള അൻവർ ഹോസ്പിറ്റലിലാണ് ഡ്രസ് ചെയ്തത്. ടിയാനും ഈ കൊലപാതകത്തിലെ ആസൂത്രണത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ഇത് എനിക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അത് ഞാനും ഈ സ്റ്റെപ്പിൽ ഈ രക്തം കണ്ടുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ ഇങ്ങനെ സ്വാമിയുടെ കാല് മുറിഞ്ഞ് ഡ്രസ് ഉണ്ടായ രക്തമാണെന്ന് പറഞ്ഞു.
ഞാനത് ബോധ്യപ്പെട്ടതാണ്. കാരണം 1.5 വിട്ട സ്റ്റെപ്പേലേ ഉണ്ടായിരുന്നുള്ളൂ രക്തം. അപ്പൊ ഒരു കാല് മുറിഞ്ഞുള്ളൂ. അപ്പൊ ആ മുറിഞ്ഞ കാല് വെച്ച സ്റ്റെപ്പേറ്റ് രക്തം കണ്ടു. അപ്പൊ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആരോ എഴുതിയ ഒരു കത്താണ്. പക്ഷെ പേരും വിലാസവും ഫോൺ നമ്പറും ഒന്നും വെച്ചിട്ടില്ല. അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ, അങ്ങനെ ഒരു കത്ത് താങ്കൾക്ക് വന്നു എന്ന് പറയുമ്പോൾ അത് പേരൊന്നും ഇല്ലാത്ത കത്താണെങ്കിൽ അതിനകത്ത് എന്താണ് അതിന്റെ ഉള്ളടക്കം? ഈ സ്വാമിജി ജലസമാധിയായി എന്നാണോ അതോ അദ്ദേഹത്തെ ആരെങ്കിലും അപായപ്പെടുത്തി എന്നാണോ അതിന്റെ ഉള്ളടക്കം? അദ്ദേഹത്തെ അപായപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആരുമാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. അതിനകത്ത് സ്വാമിയായിട്ട് ബന്ധപ്പെട്ട ചില ആളുകളുടെ എല്ലാം പേരുകളും ഒക്കെ പരാമർശിച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടെ വ്യക്തമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊന്നും ശരിയല്ല. ആളും ഊരും പേരും ഇല്ലാത്ത വരുന്ന കത്തിന്റെ ഒക്കെ അകത്ത് വാരയെ പറ്റിയെങ്കിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല, നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും ശരിയല്ല. ശരി, തീർച്ചയായും. അല്ല, അത് താങ്കൾ പുറത്ത് പറയണം എന്നുള്ളതല്ല ഞാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പലതും താങ്കൾക്കും ശരിയാണ് എന്ന് തോന്നുന്നുണ്ട്. ഇതുവരെയുള്ള ഔദ്യോഗികമായ അന്വേഷണത്തിലൂടെയുള്ള കണ്ടെത്തലുകളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ചില കാര്യങ്ങൾ അത് മനഃപൂർവ്വമായിട്ട് എഴുതിയ പോലെ തോന്നിയില്ല. കാരണം ഈ രക്തം കണ്ടതും സ്റ്റെപ്പിൽ 1.5 വിട്ട സ്റ്റെപ്പിൽ രക്തം കണ്ടതും അത് അവിടെ ഉണ്ടായിരുന്ന മറ്റേ ത്രിരത്ന സ്വാമിയുടേതാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ സത്യമാണ്. ഞാനും കണ്ട് ബോധ്യപ്പെട്ട സംഗതിയാ. അപ്പൊ അതോടൊപ്പം അതിനകത്ത് അയാളുടെ സാന്നിധ്യം, ഈ എഴുതിയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു അയാൾ ആരോപിച്ചിരിക്കുന്നത് ഈ സ്വാമിക്ക് കഴിക്കാൻ കൊടുത്ത ആ പാനീയത്തിൽ പാലിനകത്ത് എന്തോ ചേർത്ത് സ്വാമിയെ കുളിക്കാൻ കൊണ്ടുപോയി. അങ്ങനെയാണ് സ്വാമിയെ കുളിക്കടവിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വെള്ളം കുടിക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരവസ്ഥയെ പറ്റിയായിരുന്നു, അതുകൊണ്ടാണ് വയറ്റിൽ വെള്ളം കാണാത്തത് എന്നൊക്കെ പറഞ്ഞ വാദമുഖങ്ങളും ഒക്കെ നിരത്തിയിട്ട് ഈ പറഞ്ഞ സംഗതി ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതല്ല. മൃതദേഹം കുറച്ചു കഴിഞ്ഞപ്പോൾ കരിനീല നിറമായി മാറി. 2 മണിക്കൂർ കഴിഞ്ഞ് പതുക്കെ പഴയ നിറത്തിലേക്ക് മാറി വന്നത് എല്ലാവരും കണ്ടതാണ്. അത് എനിക്കറിയില്ല. കാരണം ഞാൻ ചെന്നപ്പോഴത്തേക്കും മൃതദേഹം മുടിപ്പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു സംവിധാനത്തില് ഒരു കസേരയിൽ സമാധി ഇതിൽ ഇരുത്തി വാഹനത്തിലേക്ക് കയറ്റാൻ പരുവത്തിനെല്ലാം സജ്ജമാക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്ക് അവിടെ എത്താൻ പറ്റും. ഞാൻ എത്തിയത് 11:30 മണി ആയപ്പോഴത്തേക്കുമാണ്. അപ്പൊ അതിനൊക്കെ ആരോപിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അന്വേഷണത്തിന് വിധേയമാക്കാൻ കൊള്ളാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. സി കെ വിദ്യാസാഗർ, എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായി പീപ്പിൾ ടിവിയുടെ ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ ബിജു രമേശ് ഒരു കാര്യം വെളിപ്പെടുത്തിയതാണ്. ഇതാ ഇപ്പോൾ തുടരന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. അതിൽ ശ്രീ ബിജു രമേശ് പറഞ്ഞത് പ്രിയൻ എന്നൊരാൾ സ്വാമിജിയെ അപായപ്പെടുത്തി എന്ന് അദ്ദേഹം തന്നെ ഇത് ബിജു രമേശിന്റെ ടെലിഫോണിൽ വിളിച്ചു പറഞ്ഞുവെന്നാണ്. അങ്ങനെ ഒരു പരാമർശം ഈ കത്തിലുണ്ടോ? അങ്ങനെ ഒരു പേരും ഒക്കെ ഇതിനകത്ത് പരാമർശിച്ച് കാണുന്നുണ്ട്. ഇവിടെ വെളിപ്പെട്ട് പലരും വെളിപ്പെടുത്തി വന്നിരിക്കുന്ന ചില പേരുകളൊക്കെ ഇതിനകത്ത് പറഞ്ഞു കാണുന്നുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് ഇത് എത്തിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നാളെ തന്നെ ഞാനിത് അന്വേഷണത്തിന്റെ ചുമതലയുള്ള ADGP അവർക്ക് എത്തിച്ചു കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ശ്രീ സി കെ വിദ്യാസാഗർ, ഇത് ബിജു രമേശ് അന്ന് പറഞ്ഞപ്പോൾ ബിജു രമേശ് പറഞ്ഞത് ശ്രീ പ്രിയൻ സ്വാമിജിയെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു, അത് വെള്ളാപ്പള്ളിക്ക് വേണ്ടിയാണ് ചെയ്തത് എന്നാണ് ശ്രീ ബിജു രമേശ് അന്ന് ഈ ചർച്ചയിൽ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും സൂചനയുണ്ടോ അതിനകത്ത്? അങ്ങനെയൊന്നും ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. പ്രിയന്റെ പേര് ഇതിനകത്ത് പറഞ്ഞു കണ്ടു. അത് പ്രിയന്റെ പേര് ഓൾറെഡി ഇവിടെ ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞതായതുകൊണ്ട് ഞാൻ ആ പേര് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ഉത്തരം പറയില്ല. ഞാനൊരു ക്രിമിനൽ ലോയും കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ് മിസ്റ്റർ ലാൽ. എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാതെ ആരെ പറ്റിയെങ്കിലും ഒക്കെ എന്തെങ്കിലും മോശമായിട്ട് പറയാനായിട്ട് എന്റെ നാവ് പോകില്ല. ഞാൻ അങ്ങനെയൊന്നും പറയില്ല. തീർച്ചയായിട്ടും ശ്രീ സി കെ വിദ്യാസാഗർ, ഒരിക്കലും താങ്കളെ അങ്ങനെ ഒരു അപായത്തിൽ പെടുത്തണമെന്നോ അങ്ങനെ ഒരു അപായത്തിലേക്ക് സ്വയം ഈ പരിപാടിക്കും ചാനലിനും ചെന്ന് ചാടണമെന്നോ ഒരു ദുരുദ്ദേശം നമുക്ക് ആർക്കും ഇല്ല. അങ്ങനെ വരാനും പാടില്ല. അത് തെറ്റായ രീതിയിൽ ആരെയും ഇതിലേക്ക് വലിച്ചിഴയ്ക്കാനും ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ താങ്കൾക്ക് നിയമപരമായി പറയാൻ പറ്റുന്നതിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ശ്രീ ബിജു രമേശ് പറഞ്ഞത് പ്രിയൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്ന് ബിജു രമേശിനോട് പ്രിയൻ തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. ഈ കത്തിലും പ്രിയൻ കൊന്നു എന്നാണോ മനസ്സിലാകുന്നത്? ആ രീതിയിലാണ് അയാളുടെ പേര് ഇതിനകത്ത് പരാമർശിച്ച് കാണുന്നുണ്ട്. അയാളുടെ റോള് ശ്രീ സി കെ വിദ്യാസാഗർ, ഞാൻ താങ്കളോട് ഒരു കാര്യം കൂടി, ഇപ്പം നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജു കൂടി ചേർന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങയോട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. ഈ കത്ത് ഒരിക്കലും നമുക്ക് പബ്ലിക്കായി പലരുടെയും പേരുകൾ പുറത്തു വരുന്നതായതുകൊണ്ട് അവരുടെ
പേരുകൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടും പുറത്തേക്ക് പറയാൻ പറ്റില്ല, പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ താങ്കളുടെ കത്ത്, താങ്കൾക്ക് കിട്ടിയെന്ന് പറയുന്ന കത്ത് നമുക്കൊരു റെഫറൻസിനായി ഒന്ന് തരാൻ സാധിക്കുന്നതാണോ? ഞാനിത് അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭ്യമാക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭ്യമാക്കുന്നതിന് മുൻപ് താങ്കൾക്ക് തന്നാൽ ഇത് ശരിയാകുമോ? ഇതിന് നിയമപരമായിട്ടൊക്കെ അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണല്ലോ പ്രശ്നമാകുക. ഇനി താങ്കളുടെ കയ്യിൽ നിന്ന് കത്തെടുത്ത് അതിനകത്തുള്ള പേരുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിലാണല്ലോ അത് പ്രശ്നം വരിക. അതല്ലാതെ റെഫറൻസിന് വേണ്ടി, ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് ആ കത്തിൻ്റെ പകർപ്പ് നമുക്ക് തരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രം മതി അത്. താങ്കൾ ഈ വിഷയം സംബന്ധിച്ച് ആദ്യം മുതലേ ഇത് ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് ഇതിന്റെ ദുരൂഹത വെളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് ഇതിനെ കത്ത് നിങ്ങളുടെ കോപ്പി നിങ്ങൾക്ക് തരുന്നതിന് എനിക്ക് മടിയില്ല. ബട്ട് ഓൺ വൺ കണ്ടീഷൻ, ഇത് ഒരിക്കലും പബ്ലിഷ് ചെയ്യാനോ ഒന്നും പാടില്ല ഇതിലെ എന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്തല്ലാതെ. തീർച്ചയായിട്ടും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ അല്ലാതെ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ആരുടെയെങ്കിലും പേരുകൾ പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പുറത്തേക്ക് പബ്ലിഷ് ചെയ്യില്ല എന്നുള്ള ഉറപ്പോടു കൂടിയാണ് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ആ കത്തിന്റെ പകർപ്പ് ഒന്ന് റെഫറൻസിനായി തരാൻ. ഞാനതിന്റെ നിയമപരമായ വശങ്ങളൊന്നും പരിശോധിച്ചിട്ട് പറയാം. ഞാൻ അങ്ങേക്ക് ഒരു 5 മിനിറ്റ് സമയം തരുന്നു ശ്രീ CK വിദ്യാസാഗർ. അങ്ങൊന്ന് അത് നിയമപരമായ പുസ്തകത്തിലൂടെയൊക്കെ ഒന്ന് നോക്കി ഞാൻ ഇവിടുന്ന് നമ്മുടെ PCR നിന്ന് അങ്ങയെ ബന്ധപ്പെടുന്നതാണ്. ഒരു മൊബൈൽ നമ്പറും കൂടി തരാം, അതിലേക്ക് വാട്സപ്പ് വഴി അയച്ചു തരാൻ സാധിക്കുമെങ്കിൽ നമുക്ക് റെഫറൻസ് ചെയ്യാം. അതൊരിക്കലും പ്രേക്ഷകരുടെ ഇടയിലേക്ക് അതിൻ്റെ പേരുകൾ എത്തിക്കില്ല എന്ന് കൂടി ഞാൻ അങ്ങേക്ക് ഉറപ്പ് തരുന്നു. ഞാൻ ഈ സമയം ഞാനൊന്ന് അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, തുടരന്വേഷണത്തിനുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം തുടരന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. അതേ സന്ദർഭത്തിൽ ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി പോലും അത് സ്വാഗതം ചെയ്തിരിക്കുമ്പോൾ ശ്രീ VV രാജേഷിൻ്റെ പാർട്ടി ഇത് രാഷ്ട്രീയമാണെന്ന് പറയുന്നു. പുതുതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എന്തുകൊണ്ട് 13 വർഷം കാത്തിരുന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ശ്രീ CK വിദ്യാസാഗർ പുതിയ ചില അദ്ദേഹത്തിന് വന്ന ചില ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില പുതിയ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നത്. ശ്രീ ബിജു രമേശ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. പുതിയ വെളിപ്പെടുത്തലുകൾ ഈ ഘട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ ഈ കേസ് ഇപ്പോൾ വേണ്ട രീതിയിൽ കൃത്യമായി തന്നെയാണോ പോകുന്നത്? അല്ല, ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഈ കാര്യത്തിലുള്ള ഒരു പുനരന്വേഷണമാണ്. പുനരന്വേഷണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിയമപരമായി സാധ്യമാണ് എന്നതിന് കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വളരെ പ്രധാനപ്പെട്ട ചില കോടതി വിധികളുണ്ട്. യഥാർത്ഥത്തിൽ വർഗീസ് കൊലക്കേസിൽ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് CS രാജന്റെ വിധിന്യായം അതിന് മുമ്പുണ്ടായിരുന്ന ഒരു സുപ്രീം കോടതിയുടെ വിധിയെ ഉദ്ധരിച്ചുകൊണ്ടും അതിനെ പിൻപറ്റിയുമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് വർഗീസ് കൊലക്കേസിൽ കേരള ഹൈക്കോടതി ഈ സുപ്രീം കോടതി വിധിയെ പിൻപറ്റിക്കൊണ്ട് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു സംഗതി 13 വർഷമോ ഇല്ലെങ്കിൽ 20 വർഷമോ എന്നത് ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലയളവല്ല എന്നുള്ളതാണ്. കൊലപാതക കേസുകൾ, മേർഡർ എന്ന് വ്യവഹരിക്കുന്ന കൊലപാതക കേസുകളിൽ കാലഹരണ നിയമം, ലോ ഓഫ് ലിമിറ്റേഷൻ ബാധകമല്ല. എത്ര വർഷങ്ങൾക്ക് ശേഷമായാലും ഇതുപോലുള്ളൊരു കുറ്റകൃത്യത്തിൽ കാലഹരണത്തിന്റെ പ്രശ്നമില്ലാതെ, തകരാറില്ലാതെ കേസന്വേഷണം സാധ്യമാണ് എന്നുള്ളത് നിയമത്തിന്റെ ഒരു അടിസ്ഥാന തത്വമാണ്. അതുകൊണ്ട് തന്നെ കാലഹരണത്തിന്റെ പ്രശ്നം വരുന്നില്ല. പിന്നീട് വരുന്നത് എന്താണ് സാഹചര്യം, ഒരു പുനരന്വേഷണത്തിലുള്ള സാഹചര്യം. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് ധാരാളം ദുരൂഹതകളും സംശയങ്ങളും നിലനിൽക്കുന്നു. 1. 2, പുതിയ ചില അറിവുകളും വെളിപ്പെടുത്തലുകളും തെളിവുകളായി സ്വീകരിക്കാവുന്ന പരാമർശങ്ങളും രേഖകളും വന്നിരിക്കുന്നു എന്നുള്ളത്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു നിയമജ്ഞന്റെ അത്ര തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാചകമുണ്ട്. ശിക്ഷിക്കപ്പെടാതെ പോകുന്ന ഓരോ കുറ്റകൃത്യവും, ശിക്ഷിക്കപ്പെടാതെ പോകുന്ന ഓരോ കൊലപാതക കേസും, ഓരോ കൊലപാതകവും സമൂഹത്തിലെ സാധാരണ മനുഷ്യരുടെ, സാധാരണ വ്യക്തിയുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നും എന്തോ ഒന്ന് എടുത്തു മാറ്റുകയാണ് എന്നതാണ്.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു സാമൂഹിക ആവശ്യത്തിന്റെ പ്രശ്നം കൂടിയുണ്ട്, നീതിയുടെ ആവശ്യത്തിന്റെ പ്രശ്നമുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള ധാരാളം ദുരൂഹതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് വന്നിട്ടുള്ള പുതിയ അറിവുകളുടെയും പരാമർശങ്ങളുടെയും രേഖകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പുനരന്വേഷണം തീർച്ചയായും നിയമപരമായി സാധുവാണ്, നിയമത്തിന്റെയും നീതിയുടെയും ആവശ്യകത കൂടിയാണ്. റൈറ്റ്. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, ഇപ്പോൾ ഇതാ ഒരു കത്ത്, ഒരു ഊമക്കത്താണെങ്കിലും ശ്രീ CK വിദ്യാസാഗർ എന്ന് പറയുന്ന സമൂഹത്തിൽ വളരെ പേരുള്ള സമുദായത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ശ്രീ CK വിദ്യാസാഗറിന് ഒരു കത്ത്, അനോണിമസ് കത്ത് കിട്ടിയിരിക്കുന്നു. ആ കത്തിൽ പലതും ഈ കൊലപാതകം കണ്ടു നിന്നതുപോലെയുള്ള വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നത്. ഇങ്ങനെ ഒരു കത്തിന് എന്ത് പ്രസക്തിയാണ് ഈ അന്വേഷണത്തിൽ ഉണ്ടാകുക? തീർച്ചയായും ഈ കത്തിന് ഒരു ക്രിമിനൽ കേസിന്റെ അന്വേഷണത്തിൽ ഫാദർ ബെനഡിക്റ്റിന്റെ കേസിൽ നമ്മുടെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന തത്വം, ഇത്തരം കേസുകളിൽ സാഹചര്യ തെളിവുകൾ പോലും വളരെ പ്രധാനമാണ്. സാഹചര്യ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുന്നത് പോലും നിയമത്താൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണെന്നാണ് ഫാദർ ബെനഡിക്റ്റ് കേസിന്റെ തത്വം, അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള നിയമതത്വം. അങ്ങനെ നോക്കുമ്പോൾ ഒരു കത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സിവിൽ കേസിലുള്ള മൂല്യമല്ല ഒരു ക്രിമിനൽ കേസിൽ, അതും കൊലപാതകം സംബന്ധിക്കുന്ന ഒരു ക്രിമിനൽ കേസിലുള്ളത്. ആ കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ശ്രീ വിദ്യാസാഗർ പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനാണ്, ക്രിമിനൽ രംഗത്ത് നല്ല പരിചയമുള്ള ആളാണ്, എനിക്ക് എന്റെ സുഹൃത്തും കൂടിയാണ്. ശ്രീ വിദ്യാസാഗർ വളരെ മിതത്വം പാലിക്കുന്ന ആൾ കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. ഈ കത്ത് ക്രിമിനൽ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ വളരെ വിലപ്പെട്ട, വളരെ മൂല്യവത്തായിട്ടുള്ള ഒരു തെളിവ് തന്നെയായിരിക്കും. ആ കത്തിനെ ക്രിമിനൽ കേസ് അന്വേഷിക്കുന്ന ഏജൻസി കാണാൻ പോകുന്നത് ഒരു സിവിൽ കേസിലെ രേഖ എന്നുള്ള നിലയിൽ മാത്രമല്ല, ആ രേഖ ആ രീതിയിലായിരിക്കില്ല. സിവിൽ കേസുകളിലാവുമ്പോൾ അതിന്റെ ഓതന്റിസിറ്റി, അതിന്റെ കീഴെ ആരാണ് പേരെഴുതിയിരിക്കുന്നത്, ഒപ്പിട്ടിരിക്കുന്നത്, വിലാസം എന്താണ്. പക്ഷെ ക്രിമിനൽ കേസിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും അന്വേഷണത്തിന്റെ വിഷയമായി എടുക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങളടക്കം അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ്, അതിന്റെ ഉള്ളടക്കം എന്താണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു സാഹചര്യങ്ങൾ, വ്യക്തികൾ, അവരുടെ തെളിവുകൾ, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മൊഴികൾ, ഇങ്ങനെ വളരെ വിശദമായ കോംപ്രഹെൻസീവ് എന്ന് വിവരിക്കാവുന്ന വിധത്തിലുള്ള അന്വേഷണത്തിന് സഹായിക്കുന്ന, അതിന് തുടക്കം കുറിക്കാൻ സഹായിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു തെളിവ് തന്നെയായിരിക്കും ഇത്. അത് ഊമക്കത്താണ് എന്ന് പറഞ്ഞ് നിഷേധിക്കാനോ നിരാകരിക്കാനോ ഒരു അന്വേഷണ ഏജൻസിക്കും സാധിക്കുകയില്ല. ശ്രീ വിദ്യാസാഗറിന്റെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം അത് അന്വേഷണ ഏജൻസിക്ക് അതിന്റെ രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ട് കൈമാറുന്ന പക്ഷം തീർച്ചയായും സ്വതന്ത്രമായ, നിഷ്പക്ഷമായ ഒരു അന്വേഷണം ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി നടത്തുവാൻ സാധിക്കുന്നതാണ്. അത് ഒരുപക്ഷെ ഈ കേസിൽ ഒരു വഴിത്തിരിവായി തീരാനുള്ള സാധ്യതയും ഞാൻ മുന്നിൽ കാണും. തീർച്ചയായിട്ടും തിരിച്ചെത്താം. ഇതിനിടയ്ക്കൊരു വിവരം കൂടി ഇപ്പോൾ നൽകാനുള്ളത്, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ പീപ്പിൾ TVയെ വിശ്വസിച്ചുകൊണ്ട് ആ കത്ത് ഇതിനകം നമ്മുടെ PCR-ൽ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ്, അത് വാട്സപ്പിലൂടെ ലഭ്യമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് അത് വളരെ രഹസ്യമായി തന്നെ അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വളരെ കൃത്യതയാർന്ന ഒരു പദവിയിലുള്ള ആളുകൾ മാത്രമാണ് അതിപ്പോൾ പരിശോധിക്കുന്നത്. അതിൽ നിന്ന് വരുന്ന വിവരമനുസരിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ട്. വെളിപ്പെടുത്താൻ ഇപ്പോൾ സാധിക്കാത്ത പേരുകൾ അതിനകത്തുണ്ട്. അത് ശ്രീ CK വിദ്യാസാഗർ കൂടി അഭിപ്രായപ്പെട്ടതനുസരിച്ച് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് പീപ്പിൾ TV ഇപ്പോൾ എന്തായാലും ആ പേരുകൾ പുറത്തേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ആ പേരുകൾ ഇപ്പോൾ ലഭ്യമാകുന്നു എന്ന് തന്നെയാണ്. പീപ്പിൾ TVയുടെ PCR-ൽ ഇപ്പോൾ അത് ലഭ്യമായിട്ടുണ്ട്. അത് പരിശോധിക്കുക തന്നെയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് അത് കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് എടുക്കാൻ സാധിക്കുമെന്നുള്ളതനുസരിച്ച് മാത്രം അത് പുറമേക്ക് വരാം. ശ്രീ CK വിദ്യാസാഗർ, താങ്കൾ ഈ കത്ത് എപ്പോ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുക്കും? ഞാൻ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ADGP മിസ്റ്റർ അനന്തകൃഷ്ണന് ലഭ്യമാക്കും നാളെ തന്നെ. ശ്രീ CK വിദ്യാസാഗർ, താങ്കൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ടോ?
ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായ കാര്യങ്ങളുണ്ട്. കുറെയെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവിടെ നടന്നിരിക്കുന്ന സംഗതികളെ സംബന്ധിച്ചിടത്തോളം ഞാനും കൂടെ ബോധ്യപ്പെട്ട പല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പലരും സംശയാസ്പദമായി ഉന്നയിച്ച പല കാര്യങ്ങളും അങ്ങനെയല്ല, ആ സംശയത്തിന് കാര്യമില്ല എന്ന് ഈ കത്തെഴുതിയ ആള് വിശദീകരിച്ച് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അയാള് കുറെയെല്ലാം ഈ സംഭവം കഴിഞ്ഞ ഉടനെ അവിടെ എത്തുകയോ ഈ ഒക്കെയുള്ള അവിടുത്തെ അന്നേരത്തെ അവസ്ഥയെ കുറിച്ചിട്ടൊക്കെ ഏറെക്കുറെ ബോധ്യമുള്ള ഒരാൾ ഈ സംഭവ സമയത്ത് ആശ്രമത്തിന്റെ പരിസരങ്ങളിൽ എവിടെയോ ഉണ്ടായിരുന്ന ഒരാളാണ് എന്ന് ഈ കത്ത് വായിച്ചാൽ തോന്നുന്നുണ്ട് എനിക്ക്. ശ്രീ CK വിദ്യാസാഗർ, ശ്രീ ഡോക്ടർ ബിജു രമേശ് വെളിപ്പെടുത്തിയ ശ്രീ പ്രിയൻ ആണ് ഇതിനകത്ത് ശ്രീ ശാശ്വതീകാനന്ദ സ്വാമിയെ അപായപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കത്തിലുള്ളതായി താങ്കളും പറഞ്ഞു. ഇപ്പോൾ കത്തിൽ നിന്ന് നമുക്കും അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് ആർക്കു വേണ്ടി എന്നുള്ളിടത്തേക്കാണ് നമുക്കിപ്പോൾ പുറത്തേക്ക് കാര്യങ്ങൾ പറയാൻ പറ്റാത്തതും സസ്പെൻസ് ആയിരിക്കുന്നതും. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലേക്ക് ഈ ഊമക്കത്ത് എത്രത്തോളം സത്യമാണെന്ന് പരിശോധിച്ചുമൊക്കെ വിലയിരുത്തലിലേക്ക് പോകേണ്ടതായിട്ടുള്ളതും. പക്ഷേ അതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാർക്ക് വേണ്ടിയായാലും ശ്രീ പ്രിയനെ വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്ത വേറെ ചില കൂട്ടർ കൂടിയുണ്ട്. ഇതാർക്കു വേണ്ടിയാണെന്ന് അതിനകത്ത് പറയുന്നുവോ അവർക്ക് നേരിട്ട് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നതല്ല ശ്രീ പ്രിയനെ. എന്നാൽ ശ്രീ പ്രിയനെ സഹായിക്കാൻ സാമ്പത്തികമായി സാധിക്കുന്ന ആളുകൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിനകത്ത് കത്തിൽ നിന്ന് വ്യക്തമാണ്. അത് താങ്കൾക്ക് ഏത് തരത്തിലാണ് ഇപ്പോൾ പ്രതികരിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് തരുന്നത്? പ്രിയനെ സാമ്പത്തികമായിട്ട് വലിയ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും പ്രിയൻ സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലാണ് എന്നുമൊക്കെ നിങ്ങളുടെ ചാനലിലൂടെ കണ്ട വാർത്തകളിലൂടെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. എനിക്ക് ഈ പ്രിയനെ പറ്റിയിട്ട് വലിയ പിടിപാടില്ല. ഞാൻ ഇയാളെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ആരെ ഈ പ്രിയനെ പറ്റിയിട്ടുള്ള ചർച്ചകളൊക്കെ വരികയും ഒക്കെ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു 2005 SNDP യോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടക്കുകയുണ്ടായി ചേർത്തലയിൽ വെച്ചിട്ട്. ചേർത്തല 2005 ഡിസംബർ മാസത്തിൽ ചേർത്തലയിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തില് ഞാൻ SNDP യോഗം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയുണ്ടായി. പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു. ആ മത്സരത്തിൽ അവിടെ തെരഞ്ഞെടുപ്പിൽ ഒരു സംഘർഷാത്മകമായ അവസ്ഥയുണ്ടായി. ഐഡന്റിറ്റി കാർഡ് വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ എടുത്ത് ആവശ്യപ്പെടുകയും അഡ്വക്കേറ്റ് കമ്മീഷണർ ആദ്യം അങ്ങനെ തുടങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അത് സാധ്യമല്ല, അങ്ങനെ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ഇല്ല, ഹൈക്കോടതിയും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പാസ് മാത്രം നോക്കി വോട്ട് ചെയ്യാൻ അനുവദിച്ചാൽ മതി എന്ന് പറഞ്ഞ് കുറെ ആളുകള് എതിർത്തു പറഞ്ഞു. അതിനെ തുടർന്ന് എന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകള് അവിടെ എല്ലാവരും പുറത്തേക്ക് അവർക്ക് അവിടെ ഇരിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായി. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ എന്നെ ഒരാൾ തൊഴിച്ചു വീഴിച്ചു. ആ തൊഴിച്ചു വീഴിച്ചപ്പോ എന്നെ വേറെ ആരാണ്ട് പ്രവർത്തകർ എന്നെ കയറി പിടിച്ചു. അതുകൊണ്ട് എന്നെ പിന്നെ ആ പിടിച്ച ആളുകളെല്ലാരും കൂടി അവിടുത്തെ പോലീസിന്റെ ഒരു സങ്കേതം ഉണ്ടായിരുന്നു അവിടെ തന്നെ, ഈ ക്യാമ്പസിൽ തന്നെ പോലീസിന്റെ വിശ്രമ കേന്ദ്രമായിട്ടുള്ള അവിടെ കൊണ്ട് ഇരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്റെ പോളിംഗ് ഏജൻസ് എല്ലാം പുറത്തു പോയി, അവർക്ക് അവിടെ ഒന്നും ഇരിക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ ആ ഇലക്ഷനിൽ എന്നെ പൊഴിച്ചു വീഴ്ചത് ഈ പ്രിയൻ എന്ന് പറയുന്ന ആളാണ് എന്ന് അന്നുണ്ടായിരുന്ന ചില പ്രവർത്തകർ എന്നോട് പറയുകയുണ്ടായി. എനിക്കിപ്പോഴും എനിക്കത് ഓർമ്മയില്ല. എന്നെ പറയുന്ന എന്റെ തൊഴിച്ചുകാരാണെന്നൊന്നും അന്നേരത്തെ ടെൻഷനിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ചാനലുകൾ അന്നും അവിടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. നിങ്ങളുടെയൊക്കെ വാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലിപ്പിച്ച് നോക്കിയാൽ ആ കാലത്ത് അന്ന് ഇത് വോളണ്ടിയേഴ്സിന്റെ വേഷത്തിൽ കുറെ ആളുകളൊക്കെ സാമൂഹ്യ വിരുദ്ധന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ആരോപണം ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരുത്തൻ ഇയാളുമായിരുന്നു എന്ന് എന്നോട് ചില പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. അതായത് ശ്രീ CK വിദ്യാസാഗർ, താങ്കൾ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനോ അല്ലെങ്കിൽ താങ്കൾക്ക് വിജയം ഉണ്ടാകാതിരിക്കാനോ ഒരു കൂട്ടർ അവിടെ ശ്രമിച്ചിരുന്നു, അതാണല്ലോ? അങ്ങനെ ശ്രമിച്ചിരുന്ന ആളുകൾ ആരെങ്കിലും ആണ് താങ്കളെ ഇങ്ങനെ തള്ളിയിടാനൊക്കെ ശ്രമിക്കാനും അങ്ങനെയുള്ള ആളുകളെ അവിടെ ഏർപ്പെടുത്താനും ഇടയാക്കിയിട്ടുണ്ടാകുക? അന്ന് 2 പാനലാണ് ഉണ്ടായിരുന്നത്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി ഗണേശൻ നയിക്കുന്ന പാനലും SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് മത്സരിക്കാനായിട്ട് നോമിനേഷൻ കൊടുത്തിരുന്നത് ഞാനുമായിരുന്നു. അങ്ങനെ 2 പാനലായിരുന്നു അവിടെ മത്സരത്തിനുണ്ടായിരുന്നത്. വേറെ 2 പാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എന്റെ ഓർമ്മ. ശ്രീ CK വിദ്യാസാഗർ, അതാണെങ്കിൽ വളരെ കൃത്യമായ യുക്തി വെച്ച് നോക്കിയാൽ താങ്കളും താങ്കളുടെ
എതിർ പാനൽ ലീഡ് ചെയ്തിരുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിരുന്നു. അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ താങ്കളെ തള്ളിയിട്ട ആളുകളുടെ കൂട്ടത്തിൽ പ്രിയൻ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ സംശയിക്കുന്നു. താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ചിലരെങ്കിലും അത് താങ്കളെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആർക്കു വേണ്ടിയായിരിക്കും? സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോ കുറച്ച് സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിപ്പോ ഓരോ പാർട്ടി സ്ഥാനത്ത് തമ്മിൽ ഉണ്ടാകുന്ന ഒരു സംഘർഷത്തിന്റെ അവസ്ഥയിൽ ഉണ്ടാകാവുന്ന ഒരു സംഗതി എന്നുള്ള നിലയിൽ അത് എന്നെ എതിർത്ത പാനലിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിസ്റ്റുകളായിരിക്കുമല്ലോ. സംശയമില്ലല്ലോ. താങ്കൾ കോടതി ഭാഷയിൽ സംസാരിക്കരുത്. അങ്ങ് അഡ്വക്കേറ്റ് ആണ്. നമ്മൾ അങ്ങ് എന്നെയും ബഹുമാനിക്കുന്നു, ഞാൻ അങ്ങയെയും ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അതങ്ങ് തുറന്നു പറയൂ ശ്രീ വിദ്യാസാഗർ. അത് ആരാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പുറത്തെ വെള്ളാപ്പള്ളി നടേശന്റെ പാനലിന്റെ ആക്ടിവിസ്റ്റുകളാണ്. യെസ്, ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പാനലിന്റെ ആക്ടിവിസ്റ്റുകളാണ് ശ്രീ പ്രിയനെ ഉപയോഗിച്ച് ശ്രീ സി കെ വിദ്യാസാഗറിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായി ശ്രീ സി കെ വിദ്യാസാഗർ മനസ്സിലാക്കിയിട്ടുള്ളത്. ശ്രീ സി കെ വിദ്യാസാഗർ, ആ പ്രിയനാണ് പിന്നീട് ശാശ്വതീകാനന്ദ സ്വാമിയെ ഞാനാണ് കൊലപ്പെടുത്തിയതെന്ന് ഡോക്ടർ ബിജു രമേശിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞതായി ഡോക്ടർ ബിജു രമേശ് വെളിപ്പെടുത്തിയത്. ഞാനത് കേട്ടു. അതെ. അപ്പം ഇതിനകത്തൊരു ലിങ്ക് ഉണ്ടല്ലോ. ഈ പ്രിയനെ അറിയില്ല എന്ന് ശ്രീ വെള്ളാപ്പള്ളി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിട്ട് ഞാനും കേട്ടു. അയാൾ കൊച്ചി പനയപ്പള്ളി ആ ഭാഗത്തെങ്ങാണ്ടുള്ള ഒരു ശാഖയിലെ അംഗം പറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് താങ്കൾ വിശ്വസിക്കുന്നില്ല? അതായത് ശ്രീ വെള്ളാപ്പള്ളിക്ക് അത് അദ്ദേഹത്തെ അറിയില്ല, ശ്രീ പ്രിയനെ അറിയില്ല എന്ന് പറഞ്ഞതിനെ അപ്പോൾ താങ്കൾക്ക് വിശ്വാസം ഉണ്ടാകേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ? അതിപ്പോ SNDP യോഗത്തിലെ ആക്ടിവിസ്റ്റുകളെ നമ്മുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പൊ ജനറൽ സെക്രട്ടറി അറിഞ്ഞിരിക്കണമെന്നില്ല. എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഞാൻ അറിഞ്ഞിരിക്കണമെന്നുണ്ടോ മിസ്റ്റർ ലാൽ? ധാരാളം വാശിക്കാരും നല്ല ചൂടും വീരും ഉള്ളവരൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ എല്ലാവരും നേരിട്ട് അത് മനസ്സിലാവുന്നു. പക്ഷെ താങ്കളെ അപായപ്പെടുത്താനായി ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകളൊന്നും അപായപ്പെടുത്താൻ ഏർപ്പെടുത്തിയ ആളിനെ അറിയണമെന്നില്ല. ആരോ ഏർപ്പാടാക്കി, പൈസ കൊടുത്താൽ ചെയ്യുന്ന ഒരാളിനെ ഏർപ്പാടാക്കി, അത്രയല്ലേ ഉള്ളൂ. അല്ല, എന്നെ അപായപ്പെടുത്താനും പറ്റി ശ്രമിച്ചിട്ടില്ല. അവിടെ ഒരു സംഘർഷാത്മകമായ സ്ഥിതി ഉണ്ടാക്കി എന്നെയും എന്റെ പോളിംഗ് ഏജൻസികളെയും ഒക്കെ അവിടെ നിർവീര്യമാക്കുക എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ അന്ന് അരങ്ങേറിയ ആ സംഭവവികാസങ്ങൾ എന്നുള്ളത് വ്യക്തമാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ കത്തിനകത്ത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ആർക്കു വേണ്ടിയാണോ സ്വാമിജിയെ അപായപ്പെടുത്തിയത് ശ്രീ പ്രിയൻ എന്ന് പറയുന്ന ഭാഗത്ത് ആ പ്രിയനെ പിന്നീട് സംരക്ഷിച്ച, സാമ്പത്തികമായി സഹായിച്ച ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് മുൻപ് അല്ലെങ്കിൽ അതിന് ശേഷം ഈ താങ്കളുടെ തെരഞ്ഞെടുപ്പൊക്കെ നടന്ന കാര്യം ഒരുപക്ഷെ സ്വാമിജി മരിച്ചതിന് ശേഷമാണല്ലോ. അതെ അതെ. അപ്പോൾ അതിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഈ പ്രിയനെ അന്ന് താങ്കളെ എന്താണ് താങ്കൾക്ക് പ്രശ്നമുണ്ടാകാൻ വേണ്ടി, താങ്കളെ തോൽപ്പിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ ആക്ടിവിസ്റ്റുകളെ ആരാണോ ഏർപ്പെടുത്തിയത് അവർ തന്നെ ആയിരിക്കുമല്ലോ അതിന് മുൻപും ആ പ്രിയന്റെ രക്ഷിതാക്കൾ. ആയിരിക്കാം. SNDP ശാഖയുടെ ഒരു പ്രവർത്തകനും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രിയൻ അവിടെ കൊച്ചി ഭാഗത്തുള്ള ഏതോ ഒരു SNDP ശാഖയിലെ അംഗമാണെന്നോ പ്രവർത്തകനാണെന്നോ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ശ്രീ വിദ്യാസാഗർ, അതായത് ഈ പ്രിയൻ ഈ ചില സാമ്പത്തിക സഹായങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് ഈ കത്തിൽ പറയുന്നുണ്ടല്ലോ. ആ ഭാഗം എന്തായാലും നേരത്തെ ആ പ്രിയൻ എവിടുന്നാണോ ഈ സാമ്പത്തിക സഹായം നേടിക്കൊണ്ടിരുന്നത് അതേ ഭാഗത്ത് നിന്ന് തന്നെ ആയിരിക്കാം. അതൊക്കെ അന്വേഷിക്കാൻ, അതൊക്കെ സമഗ്രമായ ഒരു അന്വേഷണത്തിൽ വെളിപ്പെടാവുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് ചർച്ച പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ പൊതുചിത്രവും കൂടി നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിഥികൾ ആ ചർച്ചയിലേക്ക് കൂടി എത്താൻ തയ്യാറായി നിൽക്കുന്നുമുണ്ട്. ശ്രീ വി രാജേഷ്, ഈ പറഞ്ഞ അർത്ഥത്തിലാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞ് ശ്രീ കെ എം മാണിയൊക്കെ പറയുന്നത് പോലെ വേണമെങ്കിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. ശ്രീ വെള്ളാപ്പള്ളി പോലും അന്വേഷണത്തെ സ്വാഗതം ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഒരു പടി കൂടെ മുമ്പോട്ട് കടന്നുകൊണ്ട് ഇന്ന് ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ആ രീതിയിലേക്ക് പറയുമ്പോൾ നിങ്ങളാണ് ആ രാഷ്ട്രീയം കൊണ്ടുവരുന്നത് നിയമത്തിന് അതീതമായി. ലാൽ പറഞ്ഞതിൽ ചെറിയ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എനിക്ക്. അതായത്
അന്വേഷണത്തിൽ ഇവിടെ മുതിർന്ന 2 അഭിഭാഷകർ പറഞ്ഞതുപോലെ നിയമപരമായി പുതിയ വെളിപ്പെടുത്തൽ വന്നുവെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ക്രിമിനൽ കേസിൽ അന്വേഷണം തുടരുന്നതിലോ പുനരന്വേഷണം നടത്തുന്നതിലോ യാതൊരു തടസ്സവുമില്ല. അതിനിവിടെ ആരും എതിരുമല്ല. അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾ പറയുന്നത് ഇന്ന് രാവിലെ ബാർക്കോഴ കേസ് വളരെ സജീവമായി കേരളത്തിൽ ചർച്ച നിൽക്കുമ്പോഴേക്കും ഇന്ന് രാവിലെ അന്വേഷണം പ്രഖ്യാപിച്ചതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്നുകിൽ 1-2 ആഴ്ച മുമ്പ് ആകാമായിരുന്നു, അന്ന് തന്നെ ഞങ്ങൾ അന്വേഷണം സ്വാഗതം ചെയ്തിരുന്നല്ലോ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷമാകാമായിരുന്നു. മറിച്ച് ഇന്ന് രാവിലെ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നല്ലെങ്കിൽ ഇവിടെ നടക്കേണ്ടിരുന്ന ചാനലിൽ നടക്കേണ്ട ചർച്ച എന്താ? ബാർക്കോഴ കേസിനെ കുറിച്ചാണ്. ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും അതിൽ ഡെവലപ്പ് ആവുന്ന കാര്യങ്ങൾ, ജേക്കബ് തോമസിൻ്റെ വെളിപ്പെടുത്തൽ, ഇന്ന് DGPമാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ചർച്ച വന്നാൽ KM മാണി വിഷയം വീണ്ടും കേരളത്തിൽ ചർച്ചയാവുകയും അതോടൊപ്പം തന്നെ പാമോലിൻ കേസ് ഉൾപ്പെടെ ചർച്ചയാവുകയും ചെയ്തും അത് UDFന് ബാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇതിൽ അന്വേഷണം ആ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടാം. പക്ഷെ അതേസമയം ഈ കാര്യത്തിൽ ഈ കാണിക്കുന്ന ആത്മാർത്ഥത കുറച്ച് മുമ്പേ വേണമായിരുന്നു. ഇപ്പോഴെങ്കിലും വന്നത് നന്നായി. ഇത് മുന്നോട്ട് കൃത്യമായിട്ട് പോകണം. ഈ കേസിന്റെ ദുരൂഹത വർദ്ധിക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നില്ലേ? ദുരൂഹത വർദ്ധിക്കുന്നു എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പം ഞാൻ പറയാം, ദുരൂഹത മാധ്യമങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ തന്നെ രണ്ട് സംഭവം എല്ലാവരും സമയം തന്നെ. ഇവിടെ ബഹുമാനപ്പെട്ട വിദ്യാസാഗർ അദ്ദേഹം പറഞ്ഞത് ഞാൻ കേൾക്കുമായിരുന്നു. കൽപ്പടവിൽ കണ്ട സ്വാമിക്ക് നൽകിയ പാലിൽ എന്തോ വസ്തു കലക്കിയിരുന്നു. ഇപ്പോൾ സ്ക്രോൾ വരിക. അടുത്ത വരാമ്പോൾ കൽപ്പടവിൽ കണ്ട രക്തം ശാശ്വതികാനന്ദയുടേതല്ല. എന്നാൽ വിദ്യാസാഗർ അദ്ദേഹം പറഞ്ഞതിൽ ഇനി ഇവിടെ പറഞ്ഞ കത്തിലുള്ള പേരുകൾ ഇപ്പോൾ വെളിപ്പെടുത്താനില്ല. ഇതാണ് നിങ്ങളുടെ സ്ക്രോൾ. എന്നാൽ അദ്ദേഹം പറഞ്ഞിരുന്നത് നദിയിൽ ഇറങ്ങി തിരിച്ചു കയറിയ ഒരു സ്വാമിയുടെ കാൽ മുറിഞ്ഞ രക്തപ്പാടായിരുന്നു വന്നത്. അദ്ദേഹം തൊട്ടടുത്ത ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്നത്. അത് നിങ്ങൾ സ്ക്രോൾ കാണിക്കുന്നില്ല. നിയമപരമായി അത് സാധിക്കുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്ന ആശയം ലാൽ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതായത് കൽപ്പടവിൽ കണ്ട രക്തക്കറവ് സ്വാമിയുടെ ശാശ്വതികാനന്ദ സ്വാമിയുടേതല്ല എന്ന് പറഞ്ഞിട്ട് ആ രക്തക്കറ ഒപ്പമുണ്ടായിരുന്നു, നദിയിൽ ഇറങ്ങി തിരിച്ചു കയറിയ ഒരു സ്വാമിയുടേതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാൽ തട്ടി മുറിവുണ്ടായതായിരുന്നു. അദ്ദേഹം തൊട്ടടുത്ത ഡിസ്പെൻസറിയിൽ ചികിത്സയ്ക്ക് തേടിയിട്ടുണ്ട് എന്നൊരു പരാമർശം കൂടി വന്നിരുന്നുവെങ്കിൽ വിദ്യാസാഗർ പറഞ്ഞ ആ ടെക്സ്റ്റ് ഫുൾ ടെക്സ്റ്റ്. ശ്രീ വിദ്യാസാഗറിന് വന്ന ഊമക്കത്തിലെ കാര്യങ്ങൾ മുഴുവൻ കൃത്യമാണെന്നും സത്യമാണെന്നും വി രാജേഷ് വിശ്വസിക്കുന്നുണ്ട്. അതല്ല എൻ്റെ പോയിന്റ്. അത് വിശ്വസിക്കുന്നുള്ളതല്ല മുഴുവൻ കാര്യങ്ങൾ അതുപോലെ അത് വേണ്ട. ഈ ഒരൊറ്റ ബോധപൂർവം മറ്റൊരു സ്വാമിയുടെ കാല് കൽപ്പടവിൽ തട്ടി മുറിഞ്ഞതായിരുന്നു, അതായിരുന്നു ആ രക്തക്കറ എന്നുകൂടി കാട്ടിയിരുന്നുവെങ്കിൽ, എന്നുകൂടി സ്ക്രോൾ കൊടുത്തിരുന്നുവെങ്കിൽ ദുരൂഹത ഉണ്ടാകുമായിരുന്നില്ല. മറ്റൊന്ന് ഒരൊറ്റ പോയിലൂടെ ഉണ്ട്. അതായത് ഈ പ്രിയൻ എന്ന് പറയുന്ന കഥാപാത്രം തെരഞ്ഞെടുപ്പ് സമയത്ത് വിദ്യാസാഗർ വന്നപ്പോഴേക്കും തൊഴിച്ചു എന്ന വാക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ലാൽ അതിനെ പറഞ്ഞ് അപായപ്പെടുത്താനെന്നായി. അദ്ദേഹം ഒരു ക്രിമിനൽ അഭിഭാഷകനായതുകൊണ്ട് അങ്ങനെ ചീഫിൽ ചോദിക്കുന്ന പോലെ അങ്ങനെ ആൻസർ വച്ചു കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യനിലെ അപകടം മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ ഈ പ്രിയൻ ആരാണെന്ന് എന്തിനു വന്നത് എനിക്കറിയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, എന്നെ അപായപ്പെടുത്താണെന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല. അല്ല, തൊഴിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിദ്യാസാഗർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപായപ്പെടുത്താണെന്നുള്ളത് തൊഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എന്നെക്കാൾ ലാലിന് ഞാൻ പറഞ്ഞത് ഞാൻ തർക്കിക്കുകയല്ല. ഞാൻ പറഞ്ഞത് ലാൽ ചോദിച്ചല്ലോ ദുരൂഹത ഉണ്ടോ എന്ന് ചോദിച്ചു എന്ന്. ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ ദുരൂഹത സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇനി ദുരൂഹത ഉണ്ടെന്നിരിക്കട്ടെ, അന്വേഷണം ഉത്തരവിട്ടല്ലോ. ഇപ്പൊ തെളിവ് ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ തെളിവ് ഹാജരാക്കണം, അന്വേഷണം പുറത്തു വരട്ടെ. അല്ലാതെ ഞാൻ ഒരു മിനിറ്റ് വരാം. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് വളരെ പ്രമുഖനായ അഭിഭാഷകനാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ വളരെ നേർരേഖയിൽ തന്നെ കാര്യങ്ങളെ കാണുന്ന ഒരാളാണെന്നുള്ള കാര്യത്തിൽ അങ്ങേക്കും സംശയമില്ല. ഞാൻ അദ്ദേഹത്തോട്, നമുക്കിപ്പോൾ ഒരിടത്തും ഒരു പക്ഷവുമില്ല, ഇവിടെ കേട്ട കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ വെക്കുകയാണ്. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, ഇതിലെ ദുരൂഹത വർദ്ധിക്കുന്നോ കുറയുന്നോ? തീർച്ചയായിട്ടും ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, ആക്ഷേപങ്ങൾ, ചില കാര്യങ്ങൾ അന്വേഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള പരാതി, അതുപോലെ ശ്രീ വിദ്യാസാഗർ പറഞ്ഞതടക്കമുള്ള രേഖകൾ, ഇതിന്റെയൊക്കെ വിശ്വാസ്യത ഞാൻ ഇതിപ്പോ ഏതെങ്കിലും ഒരു നിഗമനം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും സമീപകാലത്തുണ്ടായിട്ടുള്ള വെളിപ്പെടുത്തലുകളും ആ രീതിയിലുള്ള സംഭവ വികാസങ്ങളും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പുനരന്വേഷണത്തെ പ്രാഥമികമായി ശരിവെക്കുന്ന ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ പുനരന്വേഷണത്തിന്റെ ആവശ്യകതയെ, അതിന്റെ സാമൂഹികമായ ഉള്ളടക്കത്തെ പ്രാഥമികമായി ന്യായീകരിക്കുന്ന, ശരിവെക്കുന്ന വിധത്തിലുള്ള സംഭവവികാസങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, ഇത്തരം കേസുകളിൽ പലപ്പോഴും പ്രത്യേകിച്ച് ഒരു പ്രമുഖ വ്യക്തിയായതുകൊണ്ട് മാത്രമല്ല, ഈ പലപ്പോഴും ലോക ക്രിമിനൽ നിയമത്തിന്റെ ചരിത്രത്തിൽ തന്നെ
ശിക്ഷാവിധിക്ക് തെറ്റായ പ്രതികളെ ശിക്ഷിച്ചതിന് ശേഷം പോലും ക്രിമിനൽ കേസുകളിൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ബ്രിട്ടനിൽ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടിട്ട് ആളുകളെ ശിക്ഷിച്ച് കൊലമരത്തിൽ കയറ്റിയതിനു ശേഷം യഥാർത്ഥ കുറ്റവാളി പുറത്തു വന്ന് ഞാനാണ് കുറ്റം ചെയ്തതെന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വിചാരണ നടത്തിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രമുഖ വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ പരാതികൾ, സംശയങ്ങൾ, തീർച്ചയായും അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, ഒരു അന്വേഷണ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്നും തികച്ചും ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു നിലപാടും സമീപനവും തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ആ രീതിയിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇതിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ പേരിൽ തന്നെയാണ് ഈ പുനരന്വേഷണത്തിനുള്ള തീരുമാനം സാധൂകരിക്കപ്പെടുന്നത്. ഞാൻ തിരിച്ചെത്താം അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്. ശ്രീ അഡ്വക്കേറ്റ് വിദ്യാസാഗർ, ഈ കത്തിൽ കാണുന്ന പല കാര്യങ്ങളും ഞാനും ഇപ്പോൾ കുറേ ഭാഗങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതിൻ്റെ ഒരു ഭാഷ, അതിൻ്റെ ഒരു ശൈലി, അതിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നല്ല ലെജിബിളായി നല്ല കൃത്യമായി തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം. അതായത് ഈ ഒരു ദൃക്സാക്ഷി വിവരണം പോലെ തന്നെയാണ് അതിൻ്റെ, അങ്ങും നേരത്തെ സൂചിപ്പിച്ചതാണ്. ആ അർത്ഥത്തിൽ ഈ കത്ത് എവിടെ നിന്ന് വന്നു എന്നാണ് താങ്കൾ പറയുന്നത്? അതിൻ്റെ അത് കൃത്യമായി ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നതിനുള്ളൊരു സാധ്യത കത്തിൽ താങ്കൾ കാണുന്നുണ്ടോ? ഏതെങ്കിലും തലത്തിലേക്ക് ഇത് പോകരുത് എന്നൊരു ഉദ്ദേശം താങ്കൾക്കുള്ളതായി തോന്നുന്നുണ്ടോ? എന്താണ് താങ്കൾ ഏത് ഭാഗത്തിനാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്? ഇത് ആലുവയിൽ നിന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കത്താ. ആലുവയിൽ നിന്നാണ് ഇതിന്റെ തപാൽ സീൽ കാണുന്നത്. ഞാൻ ആ കവർ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ആ കത്തില് വായിച്ചപ്പോ ഈ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. ഈ സ്വാമി മരണപ്പെടുന്ന സമയത്ത് ആ മണിക്കൂറുകളിൽ ആ സമയത്തിനോട് അടുത്ത സമയത്തോ ആശ്രമത്തിൽ ഉണ്ടാകാൻ ഇടയായ ഏതോ വ്യക്തിയാണ് എന്ന് ഇതിന്റെ ഈ നറേഷൻ കണ്ടപ്പോ എനിക്ക് തോന്നി. അതല്ലാതെ അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ അദ്ദേഹം ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് പോലെ ആണ് ഇതിനകത്ത് എഴുതി കാണുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മളിപ്പോ ഈ സമയത്ത് മിസ്റ്റർ കാളീശ്വരൻ രാജ് സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു നിഗമനത്തിലേക്കോ ഇതിന്റെ വെറാസിറ്റിയെ കുറിച്ചോ ഒക്കെ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ കഴിയുന്ന സ്റ്റേജ് അല്ലല്ലോ മിസ്റ്റർ ലാൽ. ശ്രീ സി കെ വിദ്യാസാഗർ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്രയും കാലമായി 13 വർഷത്തിന് ശേഷം ഡോക്ടർ ബിജു രമേശ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അതിനെ ആക്രമിച്ചവർ പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പലതരത്തിലുള്ള പുതിയ തെളിവുകളും വെളിപ്പെടുത്തലുകളും നോക്കിയതിന് ശേഷം ഇതാ പുതിയ കേസ് തുടരെ അന്വേഷിക്കാനുള്ള തെളിവുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിന് ഉത്തരവിട്ട് ഇടുമ്പോൾ അതിനുശേഷമാണിതാ താങ്കളെപ്പോലുള്ള ഒരാൾക്ക് കൃത്യമായുള്ള വെളിപ്പെടുത്തലുകളൊക്കെ അല്ലെങ്കിൽ ഒരു ഊമക്കത്തിലൂടെയാണെങ്കിലും കുറേ വെളിപ്പെടുത്തലുകൾ വരുന്നത്, താങ്കൾക്ക് അതിൽ കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് യാഥാർത്ഥ്യവുമായി ഒക്കെ. അതായത് കാര്യങ്ങൾ ഇതാ ഇനിയും പുറത്തു വരാൻ കിടക്കുന്ന രീതിയിൽ തന്നെ ഉണ്ട്. അന്വേഷണങ്ങൾ ഒരിടത്തും എത്തിയിരുന്നില്ല ഇത്രയും കാലം എന്നുള്ള സൂചനയല്ലേ നൽകുന്നത്? അല്ല, തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പുറത്തു വരാനുണ്ട് എന്നുള്ളത് പൊതുസമൂഹത്തെ മുഴുവൻ ബെറ്റപ്പാടിലാക്കുന്ന ഒരു സംഗതിയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ 13 കൊല്ലം കഴിഞ്ഞിട്ടും ഇതിങ്ങനെ അങ്ങോട്ട് മുങ്ങിപ്പോവാണ്ട് പലപ്പോഴായിട്ട് ഈ സന്ദേഹങ്ങൾ ഉയർന്നു വരാനും ചർച്ച ചെയ്യപ്പെടാനും ഒക്കെ അവസരം ഉണ്ടാകുന്നത്. കോടതിയിൽ തന്നെ പലവട്ടം എത്ര കൊല്ലം കോടതിയിൽ കിടന്നു. കോടതിയിൽ തന്നെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിട്ട് 2-3 കൊല്ലം മാത്രമല്ലേ ആയിട്ടുള്ളൂ. അപ്പോ എന്തുകൊണ്ടാണ് ഒരു അന്വേഷണ ഏജൻസി ഇത്രയും ദീർഘമായ ഒരു കാലം വെറും ഒരു മുങ്ങിമരണമാണ് എന്ന ഒരു റിപ്പോർട്ട് അന്വേഷിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 10-13 കൊല്ലക്കാലം എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ആ അന്വേഷണ ഏജൻസിക്ക് പോലും അവർ എത്തുന്ന നിഗമനത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ടോ എന്ന് ഉണ്ടായിട്ടാണോ അങ്ങനെ കൊടുത്തത് എന്ന് നമുക്ക് ന്യായമായിട്ട് സംശയിക്കാൻ വേണ്ടി ഒരു മുങ്ങിമരണത്തെ കുറിച്ച് ഒരു റിപ്പോർട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക്, ഉയർന്ന അന്വേഷണ സാമർഥ്യമുള്ള ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നതിന് 13 കൊല്ലം വേണമോ? എന്താണിത്? അപ്പൊ അവർക്ക് തന്നെ അവരുടെ അന്വേഷണത്തിന്റെ നിഗമനങ്ങളെ കുറിച്ച് അത് എഴുതി കൊടുത്ത മനുഷ്യന്മാർക്ക് തന്നെ എന്തൊക്കെയോ മനസ്സിൽ അവ്യക്തതകളും ദുരൂഹതകളും അവരുടെ മനസ്സിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിന് നമ്മളെ കുറ്റം പറയാൻ ഒക്കൂ. ശ്രീ സി കെ വിദ്യാസാഗർ, ആ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ എവിടെയൊക്കെയോ ആരെയൊക്കെയോ രക്ഷിക്കാൻ ശ്രമിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് അങ്ങ് ഇപ്പോൾ സംശയിക്കുന്ന രീതിയിൽ ഉള്ളപ്പോൾ ഞാൻ ചോദിക്കുന്നത്, SNDP പോലെയുള്ള ഒരു പ്രസ്ഥാനം
എന്തായിരുന്നു ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ഈ കാര്യത്തിൽ എന്നുള്ളതും വലിയ ചോദ്യം തന്നെയാണ്. അവിടെ ഈ സ്വാമിജിക്കുണ്ടായ അപായത്തെക്കുറിച്ച് മനസ്സിലാക്കി ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതാ ഒരു ഊമക്കത്തിലൂടെ പുറത്തേക്ക് വരുന്ന രീതിയിൽ വളരെ ലെജിബിളായി എഴുതാൻ തക്കവണ്ണം പാകത്തിലുള്ള ആളുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. അത് നിരീക്ഷിച്ച ആളുകളുണ്ട്, അത് കണ്ട ആളുകളുണ്ട്, ഈ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു സംശയവുമില്ലാതെ ജലസമാധി എന്ന വാക്കിൽ തന്നെ പുതിയ നിർവചനങ്ങൾ കൊടുത്തുകൊണ്ട് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ആളുകളെ, അങ്ങനെയുള്ള വശത്തെ എങ്ങനെയാണ് താങ്കൾ വിശദീകരിക്കുക? അതിനെ പറ്റിയിട്ട് ഞാൻ ഈ ജലസമാധി എന്ന പദം ആദ്യമായിട്ട് കേൾക്കുന്നത് ശാശ്വതികാനന്ദ സ്വാമിയുടെ ഈ മുൻനിർണത്തോടനുബന്ധിച്ച് നടന്ന അപ്പൊ സൂക്ഷ്മാനന്ദ സ്വാമിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ യോഗവര്യന്മാർക്ക് സമാധിയാകാനായിട്ട് ശാസ്ത്രപ്രകാരം ഇങ്ങനെയും ഒരു മാർഗമുണ്ട് എന്ന് അദ്ദേഹം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. ആ സമയത്ത് ആലുവയിൽ നടക്കുന്ന അദ്വൈതാശ്രമത്തിനോട് ബന്ധപ്പെട്ടോ അവിടുത്തെ പൊതുവേദിയിലോ നടക്കുന്ന ഒരു അനുസ്മരണ സമ്മേളനം, ഒരു അനുശോചന സമ്മേളനം, ആ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജലസമാധി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടില്ല. അപ്പൊ സൂക്ഷ്മാനന്ദ സ്വാമിയോട് ഞാൻ ആവശ്യപ്പെട്ടു, സ്വാമി അതിനെ പറ്റിയിട്ട് ഒരു ചെറിയ കുറിപ്പ്, ഞാൻ ഈ ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ലല്ലോ, എന്റെ ശാസ്ത്രം വേറെയല്ലേ, അപ്പോൾ അതിനെപ്പറ്റി ഒരു കുറിപ്പ് എനിക്ക് തയ്യാറാക്കി തരാമോ എന്ന് ചോദിച്ചു. സ്വാമി ഒരു കുറിപ്പ് തയ്യാറാക്കി എനിക്ക് ഫാക്സ് ചെയ്ത് തരികയുണ്ടായി. ഞാൻ ആ ജലസമാധിയെ കുറിച്ച് ആ സൂക്ഷ്മാനന്ദ സ്വാമി അന്ന് പറഞ്ഞു തന്ന കുറിപ്പ് വെച്ചിട്ട് അവിടെ സംസാരിക്കുകയും ആലുവയിൽ പ്രസംഗിക്കുകയും ചെയ്തത് ഞാൻ ഓർമ്മിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു സ്വാമി ഒരു ദിനപത്രത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാനിടയായി. അപ്പൊ ആ സ്വാമി അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, പതാഞ്ജലിയുടെ യോഗശാസ്ത്രത്തിലും വസിഷ്ഠ മഹർഷിയുടെ യോഗശാസ്ത്രത്തിലും ഇങ്ങനെ ഈ ജലസമാധി എന്ന് പറയുന്ന ഒരു സമാധിയെ പറ്റിയിട്ട് ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. സൂക്ഷ്മാനന്ദ സ്വാമിക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് അദ്ദേഹം വ്യക്തമാക്കണം എന്ന് വലിയ അക്ഷരത്തിൽ തലവാദകം കൊടുത്ത് ജനയുഗം പത്രത്തിൽ ഞാൻ ആ ആർട്ടിക്കിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു സന്യാസിയാണ്, അദ്ദേഹത്തിന് പടവും അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പേരിപ്പം ഞാൻ കൃത്യം ഓർക്കുന്നില്ല, എന്റെ കയ്യിൽ ആ ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സംഗതിയേ ഇല്ല, യോഗശാസ്ത്രത്തിലെങ്ങും ഇങ്ങനെ ഒരു ജലസമാധി എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല എന്ന് ആ സന്യാസി ആ ദിനപത്രത്തിൽ എഴുതി. ഇതിന് മറുപടി പറയാൻ സൂക്ഷ്മാനന്ദ തയ്യാറാകണം, ഇത് എവിടെ നിന്നാണ് ഈ ശാസ്ത്രം എന്ന് അദ്ദേഹം വളരെ ഖണ്ഡിതമായിട്ട് ആവശ്യപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കേണ്ടായി. അപ്പൊ ഈ ജലസമാധി എന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ഞാൻ വിദ്യാസാഗർ, താങ്കൾക്ക് അറിയില്ല ജലസമാധി എന്ന് പറയുന്നത്? ഇന്നത്തെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് പറയുകയാണ്, അന്വേഷണം നടന്നുകൊള്ളട്ടെ, ഇത് ജലസമാധിയാണെന്ന് എനിക്കറിയാമെന്ന്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം, ഒരു മിനിറ്റ് അങ്ങ് ലൈനിൽ തുടരണം, കാരണം പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ചോദ്യം ശ്രീ VV രാജേഷ് നേരത്തെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ട് ഇന്നത്തെ ദിവസം രാവിലെയാണ് ആലപ്പുഴയിൽ വെച്ച് പെട്ടെന്ന് ആഭ്യന്തരമന്ത്രിക്ക് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ തോന്നിയത് എന്ന് ബിന്ദു കൃഷ്ണ മറുപടി പറയും. അതെ, ബിന്ദു കൃഷ്ണയോടാണ് ശ്രീ VV രാജേഷ് കേട്ടിട്ട് അതിനോട് പ്രതികരിക്കുകയും വേണം. ശ്രീമതി ബിന്ദു കൃഷ്ണ, താങ്കളോടാണ്. ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേരളത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് സമയവും മുഹൂർത്തവും ഒക്കെ ഉണ്ട് എന്ന്. അത് അന്വേഷണത്തിന്റെ വഴിക്കല്ലേ ഈ ഇത്തരത്തിൽ സച്ചിദാനന്ദ സ്വാമിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആരോപണങ്ങൾ വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പൊതുസമൂഹത്തിൽ ഒട്ടനവധി ആളുകൾ പുനരന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം പൂർത്തിയായി ആയ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം തുടരന്വേഷണം നടത്തണമെങ്കിൽ കുറച്ചുകൂടി നിയമപരമായ കാര്യങ്ങൾ സാധൂകരിക്കപ്പെടേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം SP നേതൃത്വത്തിലൊക്കെ വളരെ കൃത്യമായ അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുനരന്വേഷണത്തിന് സാധ്യതയുണ്ട് എന്ന് അന്വേഷണം നടത്തേണ്ടതാണ്. മാണി സാറിന്റെ കാര്യത്തിൽ ഒരു അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പായാൽ പെട്ടെന്നൊരു പ്രഹരം കിട്ടുകയാണെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് കരുതി മുൻകരുതൽ എടുത്തവരാണ് നിങ്ങൾ. ആ നിലയ്ക്ക് അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മാറ്റിവെച്ച സ്ഥിതിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിലും വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നിങ്ങൾക്കൊന്ന് മാറ്റിവെക്കാമായിരുന്നു. നിങ്ങൾ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ അത് ഇട്ടതിനകത്ത് നേരത്തെ രാജേഷും കോടിയേരി രാവിലെയൊക്കെ പറഞ്ഞതുപോലെയൊക്കെ ഇന്ന് മാധ്യമങ്ങൾ വൈകുന്നേരം ചർച്ച ചെയ്യുന്നതിനകത്ത് ഇത് വരരുത്, മറ്റേ കാര്യം വന്നോട്ടെ എന്നുള്ളൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു എന്ന് സംശയിക്കാം. ഏത് കാര്യവും രാഷ്ട്രീയ കണ്ണുകളിലൂടെ മാത്രമേ നമ്മൾ നോക്കൂ എന്ന് കരുതിയാൽ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. ഡോക്ടർ ലാൽ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് പറയാൻ കഴിയും, പക്ഷേ അതിലൊരു സത്യവുമില്ല.
കെ എം മാണി സാറിനെ സംബന്ധിച്ചുള്ള കേസിനെ സംബന്ധിച്ച് ഞങ്ങളാരും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അപ്പീൽ കൊടുക്കാനൊന്നും നിൽക്കുന്നില്ല. അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ടുള്ള അപ്പീൽ കൊടുക്കുക, പ്രത്യേകിച്ചും വിജിലൻസിനെതിരെയുള്ള പരാമർശങ്ങൾ ഉണ്ടായാൽ അത് നീക്കിക്കെട്ടാൻ കോടതിയെ സമീപിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനത്തെ മുഴുവൻ അത്തരത്തിൽ സംശയദൃഷ്ടിയോടെ നോക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയും നീതി നിർവഹണ വ്യവസ്ഥയും അതുപോലെ നിയമം നടപ്പിലാക്കുന്ന ഏജൻസികളെയും ഒക്കെ അങ്ങനെ അവരുടെ ആത്മബലം കുറയ്ക്കുന്ന നിലയിലേക്ക് ഒരു കോടതി പരാമർശം കൊണ്ട് പോകാൻ കഴിയില്ല. മുഖം മനസ്സിൻ്റെ കണ്ണാടി. ബിന്ദുകൃഷ്ണയുടെ മുഖം പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണെന്ന്. ബിന്ദു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വളരെ ശക്തമായി ന്യായീകരിക്കുകയാണ്. വിൻസെൻ്റ് പോൾ എവിടെയാണെന്ന് നമുക്കറിയില്ല, അദ്ദേഹം ജീവനും കൊണ്ട് അവധിയെടുത്ത് പോവുകയാണ്. സത്യസന്ധനായ ജേക്കബ് തോമസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എല്ലാവരും കൂടി. എല്ലാ തെളിവുകളുമുള്ള കെ എം മാണിക്കെതിരെ മതമേലധ്യക്ഷന്മാർ കെ എം മാണിയെ സംരക്ഷിക്കാനുള്ളത് കൊണ്ട് കെ എം മാണിക്കെതിരെ ഒരു അന്വേഷണമില്ല. അന്വേഷണം വേണമെന്ന് പറയാനുള്ള ധൈര്യം പോലും KPC പ്രസിഡന്റില്ല. ഒരു തെളിവുമില്ലായിരുന്നപ്പോഴേക്കും വെള്ളാപ്പള്ളി നടേശൻ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യം വേണമെന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യം പറഞ്ഞത് വി രാജേഷ് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. രണ്ടാമത് പറഞ്ഞത് ഈ വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകളെ കുറിച്ച് താങ്കൾ എന്ന് പറയും. അല്ല, ലാൽ സമ്മതിക്കണ്ട. ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ തെരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് അന്വേഷണം പ്രഖ്യാപിക്കും. ഞാനൊരു കാര്യം പറയാം, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ ബിന്ദു എന്ത് അഭിപ്രായം പറയുമെന്ന് എനിക്കറിയില്ല. കോൺഗ്രസിൻ്റെ ഒരുപക്ഷെ ബിന്ദു കൃഷ്ണൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കന്മാർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ വരുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്ന ബാർ വിഷയമായിരുന്നു. അന്വേഷണം പ്രഖ്യാപിച്ചത് കൊണ്ടാണ് UDF നേതാക്കന്മാർ സജീവമായി രംഗത്ത് വരുന്നത്. ഇന്ന് ചർച്ച ബാറിൽ നിന്നും മാറി ശാശ്വതകാനന്ദയിലേക്ക് വെള്ളാപ്പള്ളി നടേശനിലേക്കും എത്തി. എന്തായാലും ശരി തന്നെ ഈ രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയും, ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ മറുപടി പറയും. എന്തായാലും ശാശ്വതകാനന്ദ സ്വാമിയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം വരട്ടെ. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ അഭിപ്രായമുള്ളൂ, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോയി നിയമസഭാ തിരഞ്ഞെടുപ്പ് വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അതിന് മുമ്പ് തന്നെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത് വ്യക്തമായ വസ്തുത പുറത്തു വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ തീർച്ചയായിട്ടും. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് താങ്കൾ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ്, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഊമക്കത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഒരു വ്യാപ്തി അങ്ങ് മനസ്സിലാക്കുന്നുണ്ടാകും. 13 വർഷങ്ങളോളം ഇത് എങ്ങനെ ഇത് മൂടണം എന്ന് ആലോചിച്ചിരുന്ന ഒരു ഭാഗമുണ്ട് എന്നാണ് ഇപ്പോൾ പല കാര്യങ്ങളും നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞതാ ഇപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും പുതിയ രീതിയിൽ സത്യങ്ങളുടെ പുതിയ രൂപങ്ങളോ അല്ലെങ്കിൽ തെറ്റായ ദിശയിലേക്ക് കാര്യങ്ങൾ നയിക്കാനുള്ള ചില സന്ദർഭങ്ങളോ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് ഇപ്പോൾ നടത്തുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം കൊണ്ട് മാത്രം തീരുന്നതാണോ? അല്ല, ഇവിടെ തീർച്ചയായിട്ടും ഈ ക്രിമിനൽ കേസുകൾ, പ്രത്യേകിച്ച് പഴക്കം ചെന്ന കൊലപാതക കേസുകൾ, അതുപോലെ തുമ്പില്ലാത്ത കൊലപാതക കേസുകളുടെ ഒരു പ്രത്യേകത പൊതുവായി കാണാവുന്നത് വളരെ ആസൂത്രിതമായിട്ട് അതുപോലെ തന്നെ വളരെയധികം സ്വാധീനമുള്ള ആളുകളുടെ ബുദ്ധി പ്രവർത്തിപ്പിച്ചുകൊണ്ട് നടത്തുന്ന കൊലപാതകങ്ങളാണ് പലപ്പോഴും വളരെ കാലത്തിന് ശേഷം പുറത്തു വരികയും ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് വെളിച്ചത്ത് വരികയും ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഗതിയിൽ പലപ്പോഴും ക്രിമിനൽ കേസുകളിൽ സ്ഥിരമായിട്ട് ബോൺ ക്രിമിനൽസ് എന്ന് പറയുന്ന ആളുകൾ, അവർ പോലും ഒരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യുമ്പോഴും അത് മറച്ചു വെക്കുന്ന കാര്യത്തിൽ വലിയ വൈദഗ്ധ്യം നേടിയവരായിരിക്കണമെന്നില്ല. പക്ഷേ ചില കൊലപാതക കേസുകളിൽ പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഔദ്യോഗികമായ കാരണങ്ങളാകാം, ഭയത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ നമുക്കറിയാം, ശ്രീ രാമചന്ദ്രൻ നായർ വർഗീസ് കൊലപാതക കേസ് വെളിപ്പെടുത്തിയ കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ മരിച്ചുപോയി. അദ്ദേഹം എന്റെ കക്ഷിയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനായിരുന്നു രണ്ടാമത് ഹാജരായത്. അദ്ദേഹം അടക്കം പ്രതി ചേർക്കപ്പെട്ട കേസിൽ. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ട് ഇത്രയും പതിറ്റാണ്ടുകളോളമാണ്, ഏതാണ്ട് 30 കൊല്ലത്തോളം 27 വർഷങ്ങൾ എടുത്തിരുന്നു ആ കേസിൽ രണ്ടാമത് അന്വേഷണം ജസ്റ്റിസ് രാജൻ ഉത്തരവിടാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് പുറത്തു വന്നില്ല? അദ്ദേഹം യഥാർത്ഥത്തിൽ അത് മനസാക്ഷിയുടെ തള്ളിച്ച കൊണ്ട് അദ്ദേഹം എന്നും പറയുമായിരുന്നു, ഞാൻ കൃത്യം ചെയ്തിട്ടുണ്ട് പക്ഷെ കുറ്റം ചെയ്തിട്ടില്ല എന്ന്. മേലുദ്യോഗസ്ഥന്മാരുടെ സ്വാധീനം. അപ്പൊ ഇതുപോലുള്ള പല ഘടകങ്ങൾ ഉണ്ടാകാം. ഒരു കൊലപാതക കേസ് പുറത്തു വരാതിരിക്കുന്നതിന് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം, ഭീഷണികൾ ഉണ്ടാകാം, സ്വാധീനങ്ങൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന അന്വേഷണം കൂടുതൽ കുറ്റമറ്റതും കൂടുതൽ നിഷ്പക്ഷവും കൂടുതൽ വസ്തുനിഷ്ഠവും കൂടുതൽ സമഗ്രവും ശാസ്ത്രീയവുമായിരിക്കണം എന്ന് വേണം ആവർത്തിച്ച് അടിവരയിട്ട് പറയുവാൻ. ഈ കേസിലും അത്തരത്തിലുള്ള കുറ്റമറ്റ ശാസ്ത്രീയമായ സ്വതന്ത്രമായ നിഷ്പക്ഷമായ അന്വേഷണം തീർച്ചയായിട്ടും കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, കേരളത്തിന്റെ മൊത്തത്തിലുള്ള ആവശ്യമാണ്, നീതിന്യായ സംവിധാനത്തിന്റെ ആവശ്യമാണ്. ശ്രീ CK വിദ്യാസാഗർ, എന്തായാലും താങ്കൾ നാളെ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഈ കത്ത് കൊടുക്കും. ഈ കത്തിൻ്റെ പല ഭാഗങ്ങൾക്കും താങ്കൾക്ക് തന്നെ ഇത് കൊടുക്കണമെന്ന് കീറിക്കളയാൻ തോന്നിയ ഒരു കത്തല്ല, ഇത് കൊടുക്കണമെന്ന്
താങ്കളെ തന്നെ പ്രേരിപ്പിച്ച ഒരു കത്താണ്. ഈ കത്തിൽ പറയുന്ന പല കാര്യങ്ങളും താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിൽ, സമുദായത്തിലെ പല അംഗങ്ങളുടെയും മനസ്സിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നതിൻ്റെ ഒരു ചിത്രമായിട്ടാണോ ഇത് കാണുന്നത്? അങ്ങനെ സമുദായത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടോ? കത്തിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിൽ നേരത്തെ മുതലുള്ള സംശയങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ പുനരന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും സത്യം എന്തെങ്കിലുമൊക്കെ എത്രയോ ഇപ്പോ മിസ്റ്റർ കാലിച്ചൻഡാനി തന്നെ സൂചിപ്പിച്ചില്ലേ, വളരെ വൈകിയാണെങ്കിൽ പോലും തമസ്കരിക്കപ്പെട്ടു പോകുന്ന സത്യങ്ങൾ ചിലപ്പോഴൊക്കെ പുറത്തു വരുന്ന ഒരു രീതിയുണ്ടല്ലോ. എല്ലാ കുറ്റങ്ങളിലും എല്ലാ ക്രിമിനൽ സംഭവങ്ങളിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പഴുതുകൾ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു പ്രകൃതി നിയമം, ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു പഴുത് ഒരു ഗോഡ്സ് ഓൺ ഹാൻഡ് ആയിട്ട്, ഒരു ദൈവത്തിന്റെ കൈയായി പ്രത്യക്ഷപ്പെട്ട് ഇതിന്റെ പിന്നിലുള്ള ദുരൂഹത ഉണ്ടെങ്കിൽ ആ ദുരൂഹത പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് ഈ ചർച്ച സ്വാമി ശാശ്വതീകാനന്ദയുമായി ബന്ധപ്പെട്ട ഊമക്കത്തുമായി ബന്ധപ്പെട്ട് ശ്രീ CK വിദ്യാസാഗറിന് ലഭിച്ച ഊമക്കത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമുക്കൊരു താൽക്കാലിക വിടുതൽ എടുക്കേണ്ടിയിരിക്കുന്നു. അത് നാളെ അദ്ദേഹം പോലീസുകാർക്ക് നൽകാൻ പോവുകയാണ്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ പോവുകയാണ്. എന്താണ് തുടർന്ന് നടക്കുക എന്നുള്ളതും കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമോ എന്നുള്ളതും ഇനിയും അറിയാനുണ്ട്. ആ ചർച്ചകൾ അപ്പോഴൊക്കെ തുടരേണ്ടിയും വരും. ഇപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലെ ചർച്ചയിലേക്ക് പോകേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കലാശക്കൊട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇനി ഓരോ ഘട്ടത്തിലും ഇഞ്ചോടിഞ്ച് സെമി ഫൈനൽ റിസൾട്ട് വരെ എല്ലാവരുടെയും മനസ്സിൽ?